ദിവസങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ചിന്തിക്കാനായിട്ടാണ് നാം എടുത്തത്. അതിൻ്റെ കാരണം വളരെ വിശദീകരിക്കാൻ ആവശ്യമുള്ള ന്യായപ്രമാണത്തോടും അന്നത്തെ യഹൂദ മാർഗത്തോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ 5-ാം അധ്യായത്തിലുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ 6-ാം അധ്യായത്തിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ നന്മ ചെയ്യുന്നതിനെക്കുറിച്ചും ഭൗതിക കാര്യങ്ങളോട് വസ്തുവകളോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചുമൊക്കെ കർത്താവ് പഠിപ്പിച്ച വലിയൊരു സത്യങ്ങൾ നാം കണ്ടു. ഇന്ന് 7-ാം അധ്യായത്തിലേക്ക് നാം വരികയാണ്. ഈ 7-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ച വലിയൊരു സത്യങ്ങൾ നമുക്ക് ഇന്ന് ഒരുമിച്ച് നോക്കാം. 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്കുണ്ടായിരിക്കേണ്ട 9 നല്ല മനോഭാവങ്ങളെക്കുറിച്ചാണ് നാം ആദ്യം ചിന്തിച്ചത്. In chapter 5 we considered the 9 good attitudes that we should have. ആത്മാവിൽ ദരിദ്രരായവരും തുടങ്ങി 9 കാര്യങ്ങൾ നാം അവിടെ ചിന്തിച്ചു. അതിനുശേഷം ഈ പർവ്വതപ്രസംഗത്തിൽ നാം വിട്ടുകളയേണ്ട അല്ലെങ്കിൽ നാം ഉപേക്ഷിക്കേണ്ട തെറ്റായ മനോഭാവങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതിൽ പലതും നാം നോക്കിക്കഴിഞ്ഞു. നല്ല മനോഭാവങ്ങൾ നമുക്കുണ്ടാകണം എന്ന് മാത്രമല്ല, തെറ്റായ മനോഭാവങ്ങളെ നാം വിട്ടുകളയുകയും ചെയ്യണം. എന്തൊക്കെയാണ് ആ തെറ്റായ മനോഭാവങ്ങളെന്ന് കർത്താവ് പഠിപ്പിച്ചത്? 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ കുല ചെയ്യുന്നതിൻ്റെ കുലയ്ക്ക് പിന്നിലുള്ള ആത്മാവ്, അതുപോലെ 27 മുതലുള്ള വാക്യങ്ങളിൽ ഇമ്മൊറാലിറ്റി, അസന്മാർഗികതയുടെ ആത്മാവ്, അതിൻ്റെ താഴെ 33 മുതലുള്ള വാക്യങ്ങളിൽ കള്ളസത്യം ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സംസാരത്തിൽ നമുക്ക് വന്നുകൂടാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ. അതുപോലെ 38 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ പ്രതികാര ബുദ്ധി, 43 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹിക്കുന്നതിൽ പാർഷ്യാലിറ്റി കാണിക്കുക, പക്ഷഭേദം കാണിക്കുക. അതുപോലെ 6-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുക. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ 19 മുതലുള്ള വാക്യങ്ങളിൽ വസ്തുവകളോടും ഈ ഭൂമിയിലെ കാര്യങ്ങളോടും പണത്തോടും വസ്തുവകളോടും തെറ്റായ മനോഭാവം ഉണ്ടായിരിക്കുക. ഇത് ഒക്കെ വിട്ടുകളയേണ്ട കാര്യങ്ങളാണ്. സോ there are 9 good attitudes and also several bad attitudes that we are to give up. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള നാം വിട്ടുകളയേണ്ട മറ്റൊരു തെറ്റായ മനോഭാവം 7-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്. അതാണ് ഒടുവിലത്തെ ബാഡ് ആറ്റിറ്റ്യൂഡ്, തെറ്റായ മനോഭാവം. അത് വിധിക്കുക എന്നുള്ളതാണ്. നമുക്കതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 1-5. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോടെ നിൽക്ക, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്തു കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളകാൻ വെടിപ്പായി കാണും. ഇവിടെ വിധിക്കുക എന്ന്, വിധിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഭരണപരമായോ ധാർമ്മികമായോ അധികാരികൾ വിധിക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ, ഒരു സഭയിൽ ചില ആളുകളുടെ ജീവിതങ്ങളെ പരിശോധിച്ച് മൂപ്പന്മാർ, അതിന് ചുമതലയുള്ളവർ ചില നിലകളിലൊക്കെ വിധിക്കേണ്ടതായിട്ട് വരും. അത് പാടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഭരണപരമായ നിലയിലുള്ള വിധിക്കലുകൾ ആവശ്യമായിട്ട് വരും. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവരെ നാം വിധിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റു പല ഭാഗങ്ങളിലും അല്ലാതെ വിധിക്കുന്ന കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നാം മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി അല്ലെങ്കിൽ പാപകരമായ കാര്യങ്ങളെ നോക്കി തെറ്റെന്ന് പറയേണ്ട ആവശ്യമുണ്ട്, ശരിയെന്ന് പറയേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ, മറ്റുള്ളവരുടെ മേൽ ഉത്തരവാദിത്വമുള്ളവർക്കാണ് അത് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്, സഭയിലെ മൂപ്പന്മാർ മുതലായവർ. എന്നാൽ
വ്യക്തിപരമായ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ അന്യോന്യം നാം വിധിക്കാനായിട്ട് പാടില്ല. ഇത് ഒരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലുള്ള വലിയൊരാഗ്രഹമാണ് മറ്റുള്ളവരെ വിധിക്കുക എന്ന് പറയുന്നത്. There is a lust in our flesh to judge other people, make our own opinions based on what we see or what we hear or what we know. നാം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പെട്ടെന്ന് ഒരു കൺക്ലൂഷന് വരാനായിട്ടുള്ള പ്രവണത നമുക്കെല്ലാവർക്കുമുണ്ട്. കർത്താവോട് പറയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. മറ്റുള്ളവരെ വിധിക്കുവാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ഈ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് വിധിക്കലിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്തേ? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്തേ? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനിയും അന്യോന്യം വിധിക്കരുതേ. സഹോദരൻ്റെ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ. ആ ഭാഗം വിവരിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം വ്യക്തമാണ്. നാം അന്യോന്യം വിധിക്കരുത്. എന്നിട്ട് ആ ഭാഗത്ത് പറയുന്നത്, നമ്മെ എല്ലാവരെയും വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവാണ് സകല കാര്യങ്ങളും അറിയുന്നവൻ. നാം കാണുന്നതേ മനസ്സിലാക്കുന്നുള്ളൂ, കേൾക്കുന്നതേ അറിയുന്നുള്ളൂ. എന്നാൽ സകല കാര്യങ്ങളും നേരിട്ട് വ്യക്തമായിട്ട് അറിയുന്നവൻ കർത്താവാണ്. അവനാണ് വിധികർത്താവ്, അവനാണ് വിധിക്കേണ്ടത്. അവന്റെ ജോലി നമ്മൾ ആരും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്യോന്യം വിധിക്കരുത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുതേ. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിനെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? എത്ര വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? നീ വിധിക്കുമ്പോൾ നീ ന്യായകർത്താവായിരിക്കുകയാണ്. ന്യായകർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. വിധിപ്പാൻ അധികാരമുള്ളവൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് വിധിക്കേണ്ടത്. നീ വിധിക്കാൻ പാടില്ല. ഇത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നാം ഒരാളെ വിധിക്കുമ്പോൾ നാം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അത് കർത്താവിൻ്റെ ജോലിയാണ് വിധിക്കുക എന്നുള്ളത്. കർത്താവിനോട് നാം പറയുകയാണ്, ആ ജഡ്ജിയുടെ കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഞാനൊന്നിരിക്കട്ടെ അവിടെ എന്ന് കർത്താവിനോട് പറയുന്നതിന് തുല്യമാണ് ഞാൻ ഒരാളെ വിധിക്കുമ്പോൾ. വിധിക്കുന്നയാൾ അവിടെ ഇരിപ്പുണ്ട്, സകലവും അറിഞ്ഞ് വിധിക്കാൻ കഴിയുന്നയാൾ ഇരിപ്പുണ്ട്. എന്നാൽ ഞാൻ ആ കർത്താവിനോട് പറയാണ്, ഒരു 5 മിനിറ്റ് നീ ഒന്ന് എഴുന്നേറ്റ് മാറിക്കേ, ഞാൻ ആ കസേരയിലൊന്ന് ഇരുന്ന് ഒരു വിധി പ്രസ്താവിക്കട്ടെ. എത്രയോ ഭയങ്കരമായ ഒരു കാര്യമാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ദൈവമക്കളായി നാം ശ്രദ്ധിക്കാറില്ല. ഈ വിധിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുള്ള എത്ര വിശ്വാസികളുണ്ട്. ബാക്കിയുള്ളവരെ വിധിക്കുക, ബാക്കിയുള്ളവരെ കണ്ടം ചെയ്യുക, ബാക്കിയുള്ളവരെ കുറിച്ച് ഏതോ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഒരു കൺക്ലൂഷനിൽ വന്ന് അവരെ വിധിച്ചു തള്ളുകയാണ്. അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. നാം നിൽക്കുന്നതും വീഴുന്നതും നമ്മുടെ യജമാനന്റെ മുമ്പിലത്രേ. അവനാണ് വിധി പറയേണ്ടത്. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ പഠിച്ച ഒരു നല്ല പാഠം, വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു പാഠം സാധാരണ പറയാറുണ്ട്. ഞാനത് നിങ്ങളോടൊന്ന് പറയട്ടെ. ഞാൻ വളർന്നത്, ചെറുപ്പം മുതൽ വളർന്നത് എറണാകുളത്താണ്. കോളേജ് വിദ്യാഭ്യാസം വരെ മിക്കവാറും ഓടിയായിരുന്നു. അന്ന് ഞങ്ങളുടെ സഭയിൽ നേവിയിൽപ്പെട്ട അനേക ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും 2 ഭാഷയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറുപ്പം മുതൽ ഇംഗ്ലീഷും മലയാളവും ഒരുമിച്ച് മനസ്സിലാക്കി വളരാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മലയാളത്തിൽ ഒരാൾ പ്രസംഗിച്ചാൽ അത് ഇംഗ്ലീഷിലാക്കും, ഇംഗ്ലീഷ് പ്രസംഗിച്ചാൽ മലയാളത്തിലാക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ സഭയിലെ രീതി. ആ കാലത്ത് ഞായറാഴ്ച വൈകിട്ടത്തെ സുവിശേഷ യോഗത്തിന്
കുറച്ച് വിദേശികൾ വന്നു. അതായത് സായിപ്പ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സായിപ്പും മദാമി. എബനേസർ എന്ന് പറയുന്ന ഒരു ഗോസ്പൽ ഷിപ്പ്, ഒരു സുവിശേഷ കപ്പൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കപ്പലിലുള്ള വിശ്വാസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സായിപ്പ്മാരും മദാന്മാരും പലരുണ്ട്. അവരെല്ലാവരും വന്ന് യോഗത്തിനിരുന്നു. നമ്മുടെ ഏതോ ഒരു മലയാളി സഹോദരനാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇംഗ്ലീഷിലും മറ്റേ ആൾ മലയാളത്തിലും പ്രസംഗിക്കുകയാണ്. ഞാനും അവിടെ ഇരിപ്പുണ്ട്. ഞാനന്ന് എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രിക്കോ 10ാം ക്ലാസ്സിലോ മറ്റും പഠിക്കുന്നേ ഉള്ളൂ. 14-15 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു സായിപ്പും മദാമി ഇരുന്നതിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. ഈ യോഗത്തിൽ പ്രസംഗ സമയം മുഴുവനും ഈ സായിപ്പും മദാമിയും വർത്താനം പറയാൻ, ഫുൾ ടൈം ഈ മദാമയുടെ ചെവിയിൽ ഏതാണ്ടൊക്കെ ഓതിക്കൊണ്ട് ഈ സായിപ്പിരിക്കുകയാണ്. മുഴുവൻ സമയവും വർത്താനം പറയാറ്. അപ്പോൾ ബാലനായ എനിക്ക് അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഞാൻ ഓർത്തു, ഇവർക്ക് വർത്താനം പറയാനാണെങ്കിൽ കൊച്ചി കടലിൽ കാറ്റുകൊണ്ട് കപ്പലേ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇത്ര ബന്ധപ്പെട്ട് യോഗത്തിന് വന്നിട്ട് ഫുൾ ടൈം വർത്താനമായിരുന്നു. പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ ഒടുവിൽ വരെ വർത്താനമാണ്. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു, ഇവരെന്തോ സുവിശേഷ പ്രവർത്തകരാ, യോഗത്തിന് വന്നിട്ട് ദൈവത്തിനെ ശ്രദ്ധിക്കേണ്ടതിനും. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നുമുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. യോഗം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ കൈ കൊടുത്തൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഇവരുമായിട്ടും പരിചയപ്പെടാനും ആരായെന്താണെന്ന് അറിയാനിടയായി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുന്നേ അന്ന് വെളിയിലൊന്നും പോയിട്ടൊന്നുമില്ല, ലോകത്തെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ സായിപ്പുമാർക്കെല്ലാം ഇംഗ്ലീഷ് അറിയാവുന്നതാണ് അന്നത്തെ വിചാരം. ഇന്ത്യയിൽ പലരുടെയും വിചാരം അങ്ങനെയാണ്, തൊലി വെളുത്തിരിക്കുന്നവർക്കെല്ലാം ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പം നമുക്കറിയാം, തൊലി വെളുത്തിരിക്കുന്നതിൽ മിക്കവർക്കും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ളവർക്കല്ലാതെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലുള്ളവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അത് പിന്നെയാണ് മനസ്സിലാകുന്നത്, അതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ ജർമ്മൻസാണ്, ജർമ്മൻകാരാണ്. ഈ ഭർത്താവിന് ഇംഗ്ലീഷ് അറിയാം, ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ പ്രസംഗം മുഴുവൻ ഈ ഭർത്താവ് ഭാര്യയുടെ ചെവിയിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത മദാമ്മയുണ്ടോ, ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത സായിപ്പുണ്ടോ? അന്ന് ഇതൊന്നും അറിയാൻ പാടില്ല, ഇപ്പം അറിയാം. അപ്പോൾ അന്നത്തെ അറിവുകേട് കൊണ്ട് ഞാൻ ധരിച്ചത് സായിപ്പും മദാമ്മയും യോഗത്തിലിരുന്ന് വർത്താനം പറയുകയാണെന്നാണ്. ഏതായാലും ഒന്നത് മനസ്സിലാക്കിയത് കാര്യമായി. മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ വെളിയിൽ വന്ന ആരോടെങ്കിലും വർത്താനം പറയുമ്പോൾ ഈ കമന്റ് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞേനെ. കഴിഞ്ഞ ആഴ്ച ഒരു സുവിശേഷ പ്രവർത്തകർ വന്നു, വചനത്തോട് ഒരു ബഹുമാനവും ഇല്ല, വചനം പ്രസംഗിക്കുമ്പോൾ ഇരുന്ന് വർത്താനം പറയാൻ എന്ന് പറഞ്ഞേനെ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ പറയുന്നത് അല്ലേ, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിലും അത് ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. വേറെയും പല ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാനത് വിടുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ആരെയും വിധിക്കാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സഭയിലെ മൂപ്പന്മാർക്ക് ചിലരെ വിധിക്കേണ്ട ആവശ്യം വരും. മാതാപിതാക്കൾക്ക് മക്കളുടെ ചില കാര്യത്തിൽ വിധി പറയേണ്ടതായിട്ട് വരും. ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ അന്യോന്യം വിധിക്കുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഈ കാര്യം ഓർപ്പിച്ചിരുന്നു. അന്നത്തെ യഹൂദ നേതാക്കളുടെ ഒരു വലിയ കുഴപ്പം, അവർ ദൈവവചനമായി വിചാരിച്ചിരുന്ന ന്യായപ്രമാണവും അവരുടെ വ്യാഖ്യാനങ്ങളും കൂടെ ചേർത്തുള്ളതായ ആ ദൈവവചനം, അതിന് ആരെങ്കിലും എതിര് പറഞ്ഞാൽ, അതിലെ വ്യാഖ്യാനങ്ങളോട് ആരെങ്കിലും യോജിക്കാതിരുന്നാൽ അവരെല്ലാവരും ഇവർ വിധിക്കും. ദൈവവചനത്തോട് യോജിക്കാതിരിക്കുകയല്ല, ദൈവവചനത്തോട് കൂട്ടുചേർത്ത് അവരുടേതായ വ്യാഖ്യാനങ്ങൾ ചേർത്ത് അവരെഴുതിയതായ ന്യായപ്രമാണം, അതിലെ വ്യാഖ്യാനങ്ങളോട് ആരെങ്കിലും യോജിക്കാതിരിക്കുകയോ അത് ശരിയല്ലെന്ന് ആരെങ്കിലും പറയുകയോ ചെയ്താൽ അവരെ അവിശ്വാസികളായിട്ടും ദൈവവിശ്വാസമില്ലാത്തവരായിട്ടുമാണ് അവർ കരുതിയിരുന്നത്. ബാക്കിയുള്ളവരെ വിധിക്കുക എന്നുള്ളത് അന്നത്തെ പരീശന്മാരുടെ യഹൂദ നേതാക്കന്മാരുടെ വലിയൊരു ജോലിയായിരുന്നു. ഞാൻ പറയുന്നതിനോടെല്ലാം നീ യോജിച്ചില്ലെങ്കിൽ നീ ആള് ശരിയല്ല, അതായിരുന്നു അവരുടെ മനോഭാവം. ഒരു പക്ഷേ ആ കോണ്ടെക്സ്റ്റിലായിരിക്കണം കർത്താവ് ഇത് പ്രത്യേകം പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പാഠം നന്നായിട്ട് പഠിക്കാം. മേലിൽ ഒരാളെയും ഞാൻ വിധിക്കയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. നാം ചില കാര്യങ്ങൾ അറിഞ്ഞു കാണും, കേട്ട് കാണും, അതിൻ്റെ മറുവശം നമുക്ക് അറിഞ്ഞുകൂടാ, അതിലെ സത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ അറിവ് പരിമിതമാണ്. എന്നാൽ മുഴുവനും അറിയുന്നവനാണ് ദൈവം, അവനാണ് വിധിക്കേണ്ടത്. അതുകൊണ്ട് ആ വിധി അവന് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ
ദൈവം അധികാരസ്ഥാനങ്ങളിലാക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അവരക്കാര്യം പഠിച്ച് വിധി പറയട്ടെ. സാധാരണക്കാരായ നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ വിധിക്കയില്ല എന്നൊരു തീരുമാനം നാം ചെയ്യണം. ഞാൻ അങ്ങനെ തീരുമാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു മനുഷ്യനെക്കുറിച്ചും വിധി പറയുകയില്ല. വല്ലപ്പോഴുമൊക്കെ അതിൽ തെറ്റ് പറ്റുന്നുണ്ടായിരിക്കാം. എന്നാൽ ആസ് എ ഹോൾ ഞാൻ പ്രശംസയായിട്ട് പറയുകയല്ല, ദൈവവചനത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരാളെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ വളരെ ചിന്തിച്ചേ പറയുള്ളൂ. കാരണം ആവശ്യമില്ലാതെ കർത്താവിൻ്റെ അടി മേടിക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കുമില്ല. വിധിക്കാൻ ആളുണ്ട്, അവൻ വിധിച്ചോളും. നമ്മളായിട്ട് അഭിപ്രായം പറഞ്ഞ് ഒരു പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നതിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്നാ. ഞാൻ ഒരു അനുഭവം കൂടെ പറയട്ടെ. ഈ കാര്യം പറയുന്ന ആളുകൾ കാര്യം ഗ്രഹിക്കാൻ സഹായകമാവും. ഞാൻ ചെറുതായിരുന്ന കാലത്ത് ഒരു സ്ഥലത്തായിരുന്നപ്പോൾ ഞങ്ങളുടെ സഭയിലെ പ്രായമുള്ള മൂപ്പനെന്ന് വേണമെങ്കിൽ പറയാം, ഒരാളുമായിട്ട് സംസാരിച്ച വഴിയിൽ അദ്ദേഹം ഒരു സുവിശേഷകന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പുള്ളി അവിടെ പോകുന്നത് കാശിന് വേണ്ടിയാ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അതെ അങ്ങനെയാണ്, ഞാനും അതിന് റാൻ മൂളി ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് ചോദിച്ചു, അത് നിന്നോടാര് പറഞ്ഞു? ഈ സുവിശേഷകൻ ഇന്നടത്ത് പോകുന്നത് കാശിന് വേണ്ടിയാന്ന് നിന്നോടാരാ പറഞ്ഞേ? അപ്പൊ എനിക്കതിന് ഉത്തരയില്ല. അങ്ങനെ എല്ലാവരും പറയുന്നു എന്നുള്ളതാണ് എൻ്റെ മറുപടി. അപ്പൊ ഞങ്ങളുടെ സഭയിൽ പ്രായമുള്ള ഒരു അച്ചായനായത് പറഞ്ഞു, പുള്ളി കാശിന് വേണ്ടി അവിടെ പോകുന്നത്. അപ്പൊ ഞാനും അഭിപ്രായത്തോട് യോജിച്ചു. അപ്പൊ ദൈവാത്മാവ് ചോദിച്ചു, നിനക്കത് എങ്ങനെ അറിയാം? ഈ പുള്ളി കാശിനാണോ പോകുന്നത്, നിനക്ക് എങ്ങനെ അറിയാം? അപ്പൊ ഞാൻ വെട്ടിലായി, വളരെ വിഷമത്തിലായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, പോയി തിരുത്തിപ്പറ. വേണ്ടാത്ത കാര്യത്തിന് എന്തിനാ റാൻ മൂളിയെ തലയാട്ടി എന്തിനാ? പോയി തിരുത്തിപ്പറ. വളരെ മനപ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. ഏതായാലും 1-2 ദിവസം കഴിഞ്ഞ് ഞാൻ അച്ചായനെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ചായൻ എന്ന് പറഞ്ഞില്ലേ പുള്ളി അവിടെ കാശിന് പോകുന്നത്? ഞാനത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഞാനത് വിഡ്രോ ചെയ്തു. എനിക്കറിയാൻ പാടില്ല പുള്ളി എന്തിനാ അവിടെ പോകുന്നതെന്ന്. ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ എൻ്റെ ഹൃദയത്തിലെ ബ്ലോക്ക് മാറി. ആവശ്യമില്ലാത്ത കാര്യത്തിന് യേശു പറയാൻ പോകരുത്. നിനക്കറിയാൻ പാടില്ലല്ലോ. ലോകത്തിലെ എല്ലാവരും അങ്ങനെ ആയിരിക്കും പറയുന്നത്, പക്ഷെ നിനക്കെങ്ങനെ അറിയാം? ദൈവം തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ പുള്ളി എന്തിനാ അവിടെ പോകുന്നതെന്ന്. കാശിനാണെന്ന് നിന്നോടാര് പറഞ്ഞു? ഇങ്ങനെ നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധയില്ലാതെ എത്രയോ കാര്യങ്ങളാണ് അനുദിനം മറ്റുള്ളവരെ വിധിച്ചും വിമർശിച്ചും നാം പറയുന്നത്. ദൈവമക്കളെ, അത് വളരെ തെറ്റാണ്. നമുക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ദൈവം ചുമതലയേൽപ്പിച്ചവരാ കാര്യം നോക്കട്ടെ. ദൈവം തന്നെ അത് വിധിക്കട്ടെ. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഇന്ന് രാവിലെ നമുക്കൊരു തീരുമാനം ചെയ്യാം. ഞാൻ ഇനി മേലിൽ ഒരാളെയും വിധിക്കയില്ല. തെറ്റാണെന്ന് പറയരുതെന്നല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് വചനത്തിൽ നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. വാക്യങ്ങൾ നാം വായിച്ചല്ലോ, അതുകൊണ്ട് നാം അതിന് തുനിയാൻ പാടില്ല. അന്യായമായിട്ട് വിധിക്കുന്ന വിധിയുടെ ഒരു ഉദാഹരണം മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ മറിയ ആ സ്ത്രീയെ കർത്താവിന്റെ കാൽക്കൽ അഭിഷേക തൈലം ഒഴിച്ചപ്പോൾ അവിടെ ഇരുന്ന ശിഷ്യന്മാരെ യൂദയും കൂട്ടരും പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇത് വെറും ചെലവാണിത് എന്ന് പറഞ്ഞു. അവർ വിധിച്ച വിധി അന്യായ വിധിയായിരുന്നു. കർത്താവ് ഉടനെ അത് തിരുത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള കമന്റ്സ് നമുക്ക് വേണ്ട, അങ്ങനെയുള്ള വിമർശനം നമുക്ക് വേണ്ട, അങ്ങനെയുള്ള എഴുത്ത് നമുക്ക് വേണ്ട, അങ്ങനെയുള്ള സംസാരം നമുക്ക് വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായി നമുക്ക് ഇരിക്കാം. അടുത്തതായി കർത്താവ് അതിന് 8-ാം വാക്യത്തിൽ പറയുന്നത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. കർത്താവ് പഠിപ്പിച്ച വേറെ ഒരു പ്രമാണമാണ്. ചില സത്യങ്ങൾ ചിലർക്ക് മാത്രമേ വിലമതിക്കാനായിട്ട്, അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സത്യങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നവരുടെ മുമ്പിലേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാത്തവരുടെ മുമ്പിൽ അവതരിപ്പിക്കരുത്. കാരണം അവരത് വിലമതിക്കില്ലെന്ന് നമുക്കറിയാം. അവരതിനെ നിന്ദിക്കുവാൻ, പന്നിയുടെ കാര്യം പറഞ്ഞ പോലെ അത് ചവിട്ടിക്കളഞ്ഞ് പിന്നെ നിങ്ങളെ ചീന്തിക്കളയാനിടയാകും. There are certain truths that only certain people can appreciate. Don't share such truths with everyone. Share those truths only with people who can appreciate it. ഫോക്സ് സായിപ്പ് കല്ലിശ്ശേരിക്കാർക്ക് പരിചയമുള്ള ഒരു പേരാണല്ലോ.
ഫോക്സ് സാഹിബിനെ കുറിച്ചൊരു കാര്യം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഫോക്സ് സാഹിബ് ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരാളുമായിട്ട് സുവിശേഷം പങ്കുവെക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു വന്ന വഴിക്ക് അയാൾ പറഞ്ഞു, ആ കേൾവിക്കാരൻ പറഞ്ഞു, എൻ്റെ സാറേ, ഞാൻ കാണുന്ന കാര്യം മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ചുമ്മാ അതും ഇതൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. കണ്ടിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കാണാത്ത ഒരു കാര്യവും ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫോക്സ് സാഹിബ് തന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അമേരിക്ക കണ്ടിട്ടുണ്ടോ? അയാൾ പറഞ്ഞില്ല. അമേരിക്ക ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു ഇല്ല. കാരണം ആദ്യം പറഞ്ഞു പോയി. എന്ത് പറഞ്ഞു പോയി? കാണാത്ത വിശ്വസിക്കലെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി അതിനെ പിടിക്കണം. അമേരിക്ക ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ പല കാര്യം സാഹിബ് ചോദിച്ചു. ഇന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഇയാള് സത്യസന്ധനല്ല, വെറുതെ മുട്ടാത്തർക്കം പറയുകയാണ്. ഈ പന്നിയുടെ മുമ്പിൽ മുത്ത് ഇട്ടുകൊടുത്താൽ ശരിയാകുകയില്ല എന്ന് സാഹിബിന് മനസ്സിലായി. എല്ലാവർക്കും എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ഒടുവിൽ സാഹിബ് ചോദിച്ചു, നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തലച്ചോറുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന്, തലച്ചോറ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. തലച്ചോറുണ്ടെന്ന്, ബ്രെയിൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാഹിബ് പറഞ്ഞു, ഐ ആം സോറി, നിങ്ങൾക്ക് തലച്ചോറുണ്ടെന്നുള്ള വിചാരത്തിലാണ്, ബ്രെയിൻ ഉണ്ടെന്നുള്ള വിചാരത്തിലാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഇതില്ലാത്ത ആളാണെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്യാണ്, ഞാൻ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. സദൃശവാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മൂഢനോട് അവൻ്റെ പോഷത്രത്തിന് ഒത്തവണ്ണം ഉത്തരം പറയരുത്. എന്നാൽ സദൃശവാക്യത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ട്, പോഷനോട് അവൻ്റെ പോഷത്വത്തിന് ഒത്തവണ്ണം ഉത്തരം പറയണം. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നിന് വിരുദ്ധമല്ല, രണ്ടും സത്യമായ കാര്യങ്ങളാണ്. അത് സാഹചര്യം അനുസരിച്ച് ചെയ്യണം. മൂഢനോട് ചിലപ്പോൾ അവൻ്റെ മൂഢത്തരത്തിന് യോജിക്കുന്ന മറുപടി പറയണം. ചിലപ്പോൾ മൂഢനോട് അങ്ങനത്തെ മറുപടി പറയാൻ പാടില്ല. അത് സാഹചര്യം അനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സത്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാത്ത, അതിനെ വിലമതിക്കാൻ കഴിവില്ലാത്ത ആളുകളുടെ മധ്യത്തിൽ അത് പറയാനായിട്ട് പാടില്ല, അത് കൊടുക്കാൻ പാടില്ല. അവരതിനെ നിന്ദിക്കാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷം അംഗീകരിക്കാൻ മനസ്സുള്ളവരോട് സുവിശേഷം പറയാവൂ എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഏത് മനുഷ്യനോടും സുവിശേഷം പറയണം. എന്നാൽ ഫോക്സ് സാഹിബിന്റെ കഥയിൽ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകൾ അവരംഗീകരിക്കാൻ മനസ്സില്ലെന്ന് മാത്രമല്ല, യാതൊരു ന്യായവുമില്ലാതെ സംസാരിക്കുന്നവരാണ്. അവരുടെ കൂടെ സംസാരിച്ച് നമ്മുടെ സമയം കളയരുത്. കർത്താവ് എത്ര ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പന്നികളുടെ മുൻപിൽ മുത്തുകളെ ഇട്ട് കൊടുക്കരുത്. കാരണം പന്നികൾക്ക് ഈ മുത്തിൻ്റെ വില അറിഞ്ഞുകൂടാ, അതിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. തിരുവെഴുത്തിൽ തന്നെ പല ഇതിന് ഉദാഹരണം എന്നുള്ള നിലയിലുള്ള പല കാര്യങ്ങളുണ്ട്. പൗലോസിൻ്റെ ജീവിതം നാം വായിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും എൻ്റെ റെഫറൻസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. പൗലോസ് യഹൂദന്മാരോട് സംസാരിക്കുന്നത് നിർത്തിയതായിട്ട് നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത് നിർത്തിയത്? അവരോട് സുവിശേഷം അറിയിക്കണമെന്ന് തനിക്ക് വലിയ ഭാരമാണ്. എന്നാൽ അവർ ഇത് ത്യജിക്കുന്നവരായി, ഇതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരായി കാണപ്പെട്ടത് കൊണ്ട് അവരോട് ഇനി സംസാരിക്കേണ്ട എന്ന് പൗലോസ് വെച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യങ്ങളിലുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 13:46 19:9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൗലോസ് ഈ പ്രമാണം പാലിക്കുകയായിരുന്നു. എല്ലാവരോടും സുവിശേഷം പറയണമെന്നുള്ളത് ശരിയാണെങ്കിലും അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ മറുതലിച്ചു നിൽക്കുന്ന ആളുകൾ ഒരു നിലയിലും അവരിത് അംഗീകരിക്കുകയില്ല. അവരോട് ഇനി സംസാരിച്ച് സമയം കളയണ്ട, ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ആ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു കാര്യമാണ്. ഹെരോദ രാജാവിന് യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ട് അവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കുവാനും അതിശയങ്ങൾ കാണാനും വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഹെരോദാവിനെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഇത് തന്നെ നല്ല അവസരം. എത്ര നാളായി നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു, നിന്റെ അത്ഭുത പ്രവൃത്തികളിലൊന്ന് കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു, നിന്നെ കേൾക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം അവിടെ വായിക്കുന്നത്, അനേക കാര്യങ്ങൾ ഹെരോദാവ് കർത്താവിനോട് ചോദിച്ചു. ഏറിയോന്ന് ചോദിച്ചിട്ടും അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. അത് ശരിയാണോ അങ്ങനെ മിണ്ടാതിരിക്കുന്നത്? തൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാ, അയാളോട് പറയണ്ടേ?
തൻ്റെ അത്ഭുതങ്ങൾ കാണാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. അയാളുടെ മുമ്പിൽ വേണ്ടി അത്ഭുതം ചെയ്യുക. എന്താ കർത്താവ് അതിനെക്കുറിച്ച് സമയത്ത് മിണ്ടാതിരുന്നതെന്നറിയാമോ? ഒരു വേദപണ്ഡിതൻ ദൈവദാസൻ വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാരണം അത് വളരെ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇതിനു മുൻപ് തൻ്റെ ജീവിതത്തിലെ ഗുരുതരമായ ഒരു കുഴപ്പത്തെക്കുറിച്ച് തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ അവനോട് ഓർപ്പിച്ചതാണ്. അന്ന് അത് ഓർപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ തലവെട്ടി ഒരു താലത്തിൽ വെച്ച് കൊണ്ട് നടന്നു. ഇതിനു മുൻപ് അവനോട് സംസാരിച്ച ദൈവീക സത്യത്തോട് മനഃപൂർവമായ മറുതലിപ്പ് കാണിച്ചവനോട് ഇനി ഒരു വാക്കും എനിക്ക് പറയാനില്ല. നിന്നോട് പറയേണ്ടത് നേരത്തെ നിന്നോട് പറഞ്ഞതാണ്. നിന്റെ ജീവിതം ശരിയല്ല, ഇന്നാരെ നീ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, ആ ബന്ധം അയോഗ്യമാണെന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകനെ, എൻ്റെ മുന്നോടിയെ നീ കൊന്നുകളയാണ് ചെയ്തത്. ഇനി ഫർദറായിട്ട് നിന്നോട് യാതൊരു കാര്യവും എനിക്ക് പറയാനില്ല. പന്നിയുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വലിയ പ്രമാണമോടെയുണ്ട്. ദൈവം നമുക്ക് കാലാകാലങ്ങൾ തരുന്ന വെളിച്ചം, ആ വെളിച്ചത്തോട് നാം മറുതലിപ്പ് കാണിക്കുകയും നാം അതിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ ആ വെളിച്ചം വിഡ്രോ ചെയ്യുവാൻ, ആ വെളിച്ചം പിൻവലിക്കുവാൻ, ഇനി കൂടുതൽ ഇവനോട് സംസാരിക്കണ്ട, അവനെ വെറുതെ വിട്ടേക്കുക എന്ന് പറയാൻ ഒരു പക്ഷേ ദൈവം തീരുമാനിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ദൈവം കാലാകാലങ്ങൾ നമുക്ക് തരുന്ന വെളിച്ചം, നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അതനുസരിക്കുവാൻ നാം മനഃപൂർവ്വം മനസ്സ് വെക്കണം. അല്ലെന്ന് വന്നാൽ പിന്നീട് ആ വെളിച്ചം ഇരുളായി തീരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മുമ്പിൽ ആ മുത്തുകളെ എറിയണ്ട എന്ന് കർത്താവ് തന്നെ വിചാരിക്കാനായിട്ട് സാധ്യതയുണ്ട്. എത്രയോ നല്ല ഒരു പ്രമാണമാണ് കർത്താവ് ഇവിടെ പഠിപ്പിച്ചത്. ഇനി അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഉള്ള കൂടുതൽ ഉപദേശങ്ങൾ നാം വായിക്കുക. ഇതിൻ്റെ മുൻപ് 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് അനേക കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥന എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിലെ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം, അങ്ങനെ അനേക കാര്യങ്ങൾ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വീണ്ടും കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ 7-ാം അധ്യായത്തിൽ പറഞ്ഞു വരുമ്പോൾ പിന്നെയും പ്രാർത്ഥനയുടെ കാര്യം എന്തിനാണ് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മാത്രമല്ല, ഞാൻ പഠിച്ചിടത്തോളം മറ്റ് പ്രഗത്ഭന്മാരായ മഹാന്മാരായ ദൈവദാസന്മാരും ചിലര് ഈ ഭാഗത്തെക്കുറിച്ച് എഴുതിയ ഞാൻ വായിച്ചിട്ടുണ്ട്. അവരും മനസ്സിലാക്കുന്നത്, ഇവിടെ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ തുറക്കുമെന്ന് പറയുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ജനറൽ അർത്ഥത്തിൽ ഇത് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ നമ്മൾ യാചിച്ചാൽ കർത്താവ് തരും, മുട്ടിയാൽ തുറക്കുമെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെ, അതിനെതിര് പറയുകയല്ല. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ, ഈ സന്ദർഭത്തിൽ ഇത് കർത്താവ് പറയാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണ് കാരണം? ഇതുവരെയുള്ള നമ്മുടെ പഠനത്തിൽ, പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ വളരെ ഉന്നതമായ കാര്യങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ പാടില്ല. ഈ ഭൂമിയിൽ സ്വത്ത് നിരൂപിക്കാനായിട്ട്, സ്വരൂപിക്കാനായിട്ട് പാടില്ല. ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശപിക്കാതെ അനുഗ്രഹിക്കണം, എപ്പോഴും നല്ല മനസ്സുള്ളവരായിരിക്കണം. അനേക കാര്യങ്ങൾ ഇവിടെ കർത്താവ് പഠിപ്പിച്ചു. ദിവ്യ സ്വഭാവമുള്ളവർക്ക് മാത്രം പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന, സ്വന്തം ശക്തിയിൽ നമുക്കൊരിക്കലും കഴിയാത്തതും ദൈവാത്മാവിൻ്റെ സഹായത്താൽ, ദൈവ സ്വഭാവത്താൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ് കർത്താവ് ഇതുവരെ പഠിപ്പിച്ചത്. ഈ ഉന്നതമായ സ്റ്റാൻഡേർഡ്, ഈ ഉന്നതമായ സത്യങ്ങളൊക്കെ നമ്മുടെ മുമ്പാകെ കർത്താവ് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അതിനോടുള്ള നമ്മുടെ പ്രതികരണം ന്യായമായി, അയ്യോ ഇങ്ങനെ ജീവിപ്പാൻ ആരെ കൊണ്ട് സാധിക്കും? ഈ പറഞ്ഞതുപോലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ശത്രുക്കളെ സ്നേഹിക്കുന്ന, അവരെ അനുഗ്രഹിക്കുന്ന, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ജീവിതം നയിക്കുവാൻ ആർക്ക് സാധിക്കും? ന്യായമായിട്ട് നമ്മുടെ പ്രതികരണം അതാണ്. അതിൻ്റെ ഉത്തരമാണ്, അത് സാധിക്കാൻ ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയാമോ? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി, അതിനുള്ള സഹായത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് തരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലൊക്കെ യാചിപ്പീനെന്നേ ഉള്ളൂ, അല്ല ഇംഗ്ലീഷിലൊക്കെ. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് കീപ് ഓൺ ആസ്കിങ് എന്നാണ്. യാചിച്ചുകൊണ്ടിരിപ്പീൻ, മുട്ടിക്കൊണ്ടിരിപ്പീൻ, അന്വേഷിച്ചുകൊണ്ടിരിപ്പീൻ. തുടർമാനമായി ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന പ്രയോഗമാണ് അവിടെ കാണിക്കുന്നത്. ഇത് ഉത്സാഹത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് യാചിക്കാനല്ല, നീ ഉത്സാഹത്തോടെ യാചിച്ചുകൊണ്ടിരിക്കണം. So ask and it shall be given means you keep on asking, keep on knocking, നീ keep on seeking, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ താഴെ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി, ഈ നിലയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കണമെന്നാണ് കർത്താവ് പ്രൈമറിലി ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിന് ഒരു തെളിവ് അടുത്ത വാക്യത്തിലുണ്ട്. അതെന്താണെന്നറിയാമോ? യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പറഞ്ഞാൽ യാചിക്കുന്ന ഏവനും ലഭിക്കുമോ? നിങ്ങളത് പറഞ്ഞേ. നമ്മുടെ ഇടയിലൊക്കെ ക്യാൻസറായിട്ടും മറ്റു രോഗമായിട്ടും ഒക്കെ അനേകരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും സഭയായിട്ടും ഒറ്റയ്ക്കൊക്കെ പ്രാർത്ഥിച്ചു. അവർക്കെല്ലാവർക്കും സുഖപ്പെട്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, സുഖപ്പെട്ടോ? ഇല്ല. അപ്പം യാചിക്കുന്ന ഏവനും ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ലഭിച്ചില്ലല്ലോ, അല്ലേ? കർത്താവേ ഇന്നാരെ സുഖപ്പെടുത്തണേ നമ്മൾ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ചിലർക്കൊക്കെ സുഖപ്പെട്ടു കേട്ടോ, എന്നാൽ ചിലർ മരിച്ചുപോയി, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നുവെന്ന് ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ, മറ്റു വിഷയങ്ങളെക്കുറിച്ച് അത് പറയാൻ സാധിക്കുകയില്ല. ജനറലി കർത്താവ് പ്രാർത്ഥനയായിട്ട് ഉത്തരം അരുളുമെന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ മറുപടി ലഭിക്കണമെന്നില്ല. ഗൾഫിൽ ഒരു ജോലി കിട്ടണേന്ന് ചിലപ്പം അനേക നാളായിട്ട് പ്രാർത്ഥിക്കുന്നവർ കാണും, ഇതുവരെ കിട്ടിയിട്ടില്ല. ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടണേന്ന് വളരെ നാളായിട്ട് പ്രാർത്ഥിക്കുന്നവർ കാണും, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ദൈവത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതമല്ല. ദൈവത്തിന് മറ്റു ചില പദ്ധതികളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല. എന്നാൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ്. പാപത്തിൻ്റെ മേൽ ജയമുള്ള ദൈവസ്വഭാവം കാണിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ ഉത്കടമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി വളരെ പ്രാർത്ഥിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സാധിക്കും. എനിക്ക് ജോലി മാറ്റം കിട്ടണമെന്നോ രോഗസൗഖ്യം കിട്ടണമെന്നോ പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായിട്ടും സാധിക്കണമെന്നില്ല. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൽ അതിന് പ്രമാണങ്ങളൊക്കെ വേറെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ദൈവഹിതപ്രകാരം എന്ത് യാചിച്ചാലും, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പുത്രന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും നമുക്ക് ലഭിക്കും. അപ്പോൾ യാചിക്കുന്ന ഏവനും ലഭിക്കുമെന്ന് ഖണ്ഡിതമായി നമുക്ക് പറയാൻ കഴിയുന്നത് ആത്മീയ കാര്യങ്ങളുടെ വിഷയമാണ്. ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ കർത്താവ് ഇത് പറയാനുള്ള കാരണം, ഈ ഉന്നതമായ ജീവിതശൈലി നമ്മുടെ മുമ്പാകെ കർത്താവ് പ്രസന്റ് ചെയ്യുകയാണ്. കർത്താവ് ഇങ്ങനെ ജീവിപ്പാൻ ആർക്ക് കഴിയും? ആർക്ക് ഇതിനുള്ള കഴിവുണ്ട്? ഇതെങ്ങനെ സാധിക്കും? അതിൻ്റെ ഉത്തരം നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. മത്തായി സുവിശേഷം 5:6 കർത്താവ് പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. എബ്രായർ 11:6 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക്, ഇംഗ്ലീഷിൽ he is a rewarder of those who diligently seek him. So here the Lord is talking about seeking and asking and knocking. Primarily it refers to spiritual thing, asking for grace to live a life as taught in the Sermon on the Mount. Lord, in myself I have no strength to live like this. What is the solution to this? And the Lord says, you ask of me, you pray, you keep on seeking, you seek earnestly, and I will give it to you. പൂർണ്ണ ഹൃദയത്തോടെ യാചിച്ചുകൊണ്ടേയിരിക്കുക, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഇനി അതിൻ്റെ താഴെ കർത്താവ് പറയുന്ന വിവരണങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ ശരിവെക്കുന്നതാണ്. അതിന് 11-ാം വാക്യം നോക്കുക. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും.
യാചിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ എൻ്റെ വിശദീകരണം പറയുക. യാചിക്കുന്നവർക്ക് എന്ത് കിട്ടുന്ന കാര്യമാണ്? നന്മ അധികം കിട്ടും. ഇതേ കാര്യം പറഞ്ഞിരിക്കുന്ന വേറൊരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. അല്പം വ്യത്യാസമുണ്ട് അവിടെ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 11 and verse 13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പൊ എന്ത് ചോദിക്കുന്ന കാര്യമായി പറയുന്നേ? എന്ത് ചോദിക്കുന്ന കാര്യമാണ്? പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്. ഇവിടെ ഈ രണ്ട് വാക്യവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മത്തായിയിൽ വായിച്ച വാക്യവും ലൂക്കോസിൽ വായിച്ച വാക്യവും തമ്മിൽ ഒരു വാക്കിന് വ്യത്യാസമുണ്ട്. മത്തായിയിൽ പറഞ്ഞിരിക്കുന്നത് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ലൂക്കോസ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോൾ എന്ത് ചോദിക്കുന്ന കാര്യമാണിതെന്ന്, മുകളിൽ എന്ത് ചോദിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് താഴെ വായിച്ചു വരുമ്പോൾ അത് ബലപ്പെടുത്തുകയാണ്. എന്ത് ചോദിക്കുന്ന കാര്യമാണ്? നന്മ ചോദിക്കുന്ന കാര്യമാണ്. The Lord is talking about not just asking for material things, good things, നന്മ. ആ നന്മ എന്താണെന്നാണ് ലൂക്കോസ് പറയുന്നത്. എന്താ നന്മ? പരിശുദ്ധാത്മാവ്. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഇവിടെ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പ്രത്യേകം യാചിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ആർട്ടിക്കിൾസ് ഇല്ലാതെ, വിത്തൗട്ട് ആർട്ടിക്കിൾസ് ആണ് ഗ്രാമറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വില്യം മാക്ഡൊണാൾഡിന്റെ ഈ ഭാഗത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം നോക്കിയാൽ അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, Holy Spirit used without articles refer to his gifts and his help. പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന ആളത്വത്തെ കൊടുക്കുന്ന കാര്യമല്ല. മൂലഭാഷയിലെ ഗ്രാമറിന്റെ പ്രയോഗമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, പരിശുദ്ധാത്മാവിൻ്റെ കഴിവുകൾ, പരിശുദ്ധാത്മാവിൻ്റെ ഉദവി കൊടുക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവെന്ന ആളെ കൊടുക്കുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് ആ ഭാഗം വിടാം. നമ്മൾ എന്താ ഇത്രയും നേരം പറഞ്ഞു വന്നത്? യാചിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യാചിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുന്ന കാര്യമാണ്. താഴെ വരുമ്പോൾ യാചിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്മ യാചിക്കുന്ന കാര്യമാണ്. പണവും മറ്റു കാര്യങ്ങളും യാചിക്കുന്ന കാര്യമല്ല, നന്മ. ആ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നന്മ എന്ന് പറഞ്ഞാൽ ലൂക്കോസ് അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൻ്റെ കാര്യമാണ്, പരിശുദ്ധാത്മ നിറവിൻ്റെ കാര്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യമാണ് അവിടെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ന്യായമായിട്ട് കൺക്ലൂഡ് ചെയ്യാം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് പൊതുപ്രമാണമായി പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പറയാം. അത് ശരി തന്നെയാണ്. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ അത്യുന്നതമായ ജീവിത നിലവാര സത്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു വരുമ്പോൾ അതിനിടയ്ക്ക് പറയുകയാണ്, ഇങ്ങനെ ജീവിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി, ദൈവാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്വന്തം ശക്തിയിൽ ഇത് സാധിക്കുകയില്ല. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. So what is the Lord teaching here? The Lord has already presented very high things of moral value. And in our own self, we have no strength to live a life like that. Therefore, the Lord says, if you want to live like that, you ask God for grace. You seek for the help of the Holy Spirit, and it will be given to you. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര ഈ പഠനത്തിൽ നമുക്ക് എത്ര ധൈര്യവും ആവേശവും തരുന്ന കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ജീവിക്കുവാൻ കർത്താവേ എന്നിൽ കഴിവില്ല, നീ എന്നെ പ്രത്യേകം സഹായിക്കണം. എൻ്റെ സ്വന്തം ശക്തിയിൽ സാധിക്കുകയില്ല, നിന്റെ ആത്മാവിൻ്റെ സഹായം എനിക്ക് വേണം. നാം അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും ചെയ്താൽ കർത്താവ് ആ കാര്യത്തിൽ നമ്മെ സഹായിക്കുമെന്നാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള കൂടുതൽ നിയമങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ചില വേദവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ നോട്ടിൽ ഒരു ചെറിയ കറക്ഷനുണ്ട്. 19-ാമത്തെ പേജിൻ്റെ മുകളിലത്തെ ഭാഗത്ത് പ്രാർത്ഥന ഭരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഭരിക്കുന്നു എന്നുള്ള വാക്ക് തെറ്റാണ്. അതങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് പ്രാർത്ഥന നിയമങ്ങൾ എന്നാക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥന
ഭരിക്കുന്നു എന്നുള്ള വാക്ക് വെട്ടിയിട്ട് നിയമങ്ങൾ എന്നാക്കണം, അല്ലെങ്കിൽ പ്രമാണങ്ങൾ എന്നാക്കണം. പ്രാർത്ഥനയുടെ പ്രമാണങ്ങൾ. ഭരിക്കുന്നു എന്നുള്ള വാക്ക് തെറ്റാണ്. പ്രാർത്ഥനയുടെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ. ആ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഏതെല്ലാം നിയമപ്രകാരമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇനി അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അതിമനോഹരമായി വേറൊരു കാര്യം പറയുകയാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഈ വാക്യത്തെ വിളിച്ചിരിക്കുന്നത് ഗോൾഡൻ റൂൾ എന്നാണ്. സുവർണ നിയമം. കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിലെ ഒരു ഗോൾഡൻ റൂളാണിത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നാം അപ്ലൈ ചെയ്താൽ ജീവിതത്തിലെ അനേക കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവർ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർക്ക് ഞാനും ചെയ്യണം. ഈ പ്രമാണം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ജീവിതത്തിലെ മിക്കവാറും കാര്യങ്ങളിൽ നമുക്ക് വളരെ സഹായം കിട്ടും. മറ്റുള്ളവർ എന്നോട് വളരെ ദയയായിട്ട് ഏർപ്പെടണമെന്ന് എൻ്റെ വിചാരം, അല്ലേ? സ്നേഹമായിട്ട്. അങ്ങനെ വേണം ഞാനും ബാക്കിയുള്ളവരോട് ഏർപ്പെടാൻ. മറ്റുള്ളവർ എനിക്ക് തരണമെന്ന് എൻ്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ ഞാനും മറ്റുള്ളവർക്ക് കൊടുക്കണം. മറ്റുള്ളവർ എന്നെ ആശ്വസിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ എല്ലാ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കണം. ഏത് കാര്യത്തിലും ഈ പ്രമാണമെന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതശൈലി നമുക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ഓർത്തിരിക്കാം. നാം എന്ത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം, അത് തന്നെ തിരിച്ചങ്ങോട്ട് ചെയ്താൽ മതി. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ നല്ല ഒരു ഗോൾഡൻ റൂളാണ് നാം അവിടെ വായിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് 13-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ 13 മുതൽ 29 വരെയുള്ള വാക്യങ്ങളെ ഉപസംഹാരം എന്നാണ് പൊതുവെ വേദ വിദ്യാർത്ഥികൾ വിളിക്കുന്നത്. Sermon on the conclusion of the Sermon on the Mount, verses 13 to 29. Now the Lord is wrapping up. The Lord is concluding whatever he has been teaching. ഇതുവരെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ കർത്താവ് ഒരു തീരുമാനത്തിലേക്ക്, ഉപസംഹാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു തീരുമാനമെടുക്കാനുള്ള രംഗത്തേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ഇത്രയും നേരം അതിവിശിഷ്ടമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഇതിലേത് ജീവിതശൈലിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. So here the Lord is leading us in conclusion to a point where we have to make a decision, make a choice how to live, which way to choose. അങ്ങനെ ഒരു രംഗത്ത് കർത്താവ് നമ്മെ കൊണ്ടാക്കുകയാണ്. നാം ഇതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ 2 വാതിലുകളുടെ കാര്യം വായിക്കുന്നുണ്ട്, 2 വഴികളുടെ കാര്യം വായിക്കുന്നുണ്ട്, 2 വൃക്ഷങ്ങളുടെ കാര്യം വായിക്കുന്നുണ്ട്. ഇതിൻ്റെ 13, 14 ഒന്ന് വായിക്കാം നമുക്ക്. 13ഉം 14. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. 2 വാതിൽ, 2 വഴി. ഇത്രയും നേരം കർത്താവ് യഹൂദന്മാരുടെ ബാഹ്യമതത്തെക്കുറിച്ച് ആണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിലും ബാഹ്യമായ അവരുടെ പ്രാർത്ഥനകൾ, ഉള്ളിൽ തട്ടാതെയുള്ള ദൈവഭക്തി. ഈ ബാഹ്യമതവും കർത്താവ് പഠിപ്പിച്ച ആന്തരിക മതവും, അതായത് പുറമേ കാണിക്കുന്ന ഭക്തിയും യഥാർത്ഥ ഭക്തിയും, അതിനെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിലേതാണ് വേണ്ടത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളണം. ബാഹ്യമായ മതത്തിൻ്റെ ആചാരങ്ങൾ അത് വേണമോ, അതോ ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്ന ദൈവഭക്തിയുടെ മാർഗം വേണമോ? ഇതിലേതാണ് വേണ്ടതെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. Now the Lord is asking us to choose one of these two, the external form of religion or the internal power of religion. ഇവിടെ കർത്താവ് പറയുന്ന 2 കാര്യങ്ങൾ, വാതിലും വഴിയും. ഇവിടെ ഈ വാതിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഗ്രാമറിൻ്റെ പ്രയോഗം അനുസരിച്ച് വളരെ അർജ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് നിർബന്ധിച്ച് പറയുകയാണ്. അകത്ത് കടപ്പീൻ എന്നവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം
അകത്ത് കടക്കാൻ സകല ഉത്സാഹവും കഴിക്കണമെന്ന് നമ്മെ നിർബന്ധിക്കുന്നത് പോലെ പറയുക. അകത്ത് കടന്ന് നല്ലതാണെന്നല്ല പറയുന്നത്, നിങ്ങൾ എങ്ങനെങ്കിലും അകത്ത് കടക്കണം കേട്ടോ എന്നുള്ള ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ പാതയിൽ നാം പോകണം എന്നുള്ളത് കർത്താവ് എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. തിടുക്കത്തെ, നിർബന്ധത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് വ്യാകരണത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നു, എന്താഗ്രഹിക്കുന്നു? നാം എല്ലാവരും ശരിയായ വാതിൽ കൂടെ കടക്കണം, ശരിയായ വഴിയിൽ സഞ്ചരിക്കണം. ഇടുക്കമുള്ള വാതിലും വഴിയും, അതിന് പ്രത്യേകതയുണ്ട. ഇടുക്കമുള്ള വാതിലും വഴിയും എന്ന് പറഞ്ഞാൽ കടക്കാൻ എളുപ്പമല്ല, പിന്നെ കഷ്ടതയുണ്ട്, അധികം ആരും കൂടെ വരാത്തതാണ്. ഇടുക്കമായതുകൊണ്ട് ഒത്തിരി ബാഗേജ് ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കയില്ല. പക്ഷേ ഒരു ഗുണം ആ വഴിക്കുള്ളത്, അത് ജീവനിലേക്ക് നയിക്കുന്നതാണ്. Though the door and the way is narrow, it leads to life. അത് ജീവനിലേക്ക് നയിക്കുന്നതാണ്. നോഹയുടെ പെട്ടകത്തിനുള്ളിൽ പ്രോബബ്ലി ഇറ്റ് വാസ് എ ബിറ്റ് ഇൻകൺവീനിയൻറ്റ്, കുറച്ച് അസൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കാണും. എല്ലാ മൃഗങ്ങൾക്കും എല്ലാത്തിനും സ്ഥലമുണ്ടായിരുന്നു കേട്ടോ, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ വെളിയിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഓടി നടക്കുന്ന പോലെയല്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, ദോ ഇറ്റ് വാസ് ഇൻകൺവീനിയൻറ്റ് ആൻഡ് അൺകംഫർട്ടബിൾ, പ്രോബബ്ലി ഇറ്റ് വാസ് സേഫ്. അത് സുരക്ഷിതമായിരുന്നു. ജീവനിലേക്കുള്ള വഴിയും വാതിലും കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, നടക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചുപേരെ അതിലുള്ളൂ. പക്ഷേ അത് വളരെ സേഫാണ്, സുരക്ഷിതമാണ്. വിശാലമായ വഴിയും വാതിലും അത് വളരെ കംഫർട്ടബിളാണ്, അത് വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ രസകരമാണ്, വളരെ വിശാലമാണ്, ഇഷ്ടം പോലെ അതിനകത്ത് നടക്കാം. പക്ഷേ അതിൻ്റെ ഒടുവ് എന്ന് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് നാശമാണ്. അപ്പോൾ നാം എവിടെ ചെന്നെത്തുമെന്ന് തീരുമാനിക്കുന്നത് ഏത് വാതിലും വഴിയും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നാം എവിടെ ചെന്നെത്തുമെന്ന് തീരുമാനിക്കുന്നത് ഏത് വഴിയും വാതിലും നാം എടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. വാതിലിനെ കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്യം, യോഹന്നാൻ 10:7-9 വരെ കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. യേശുക്രിസ്തു എന്ന വാതിൽ മാത്രമല്ല, കർത്താവ് പഠിപ്പിച്ച ഈ സത്യങ്ങളുടെ വഴിയിൽ നടക്കാനുള്ള വാതിൽ. അതത്ര എളുപ്പമല്ല, പക്ഷേ അതാണ് സുരക്ഷിതമായത്, ശരിയായ ലക്ഷ്യത്തിലെത്തുന്ന അതാണ്. ഈ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം പോകാൻ വിശാലമായ വാതിലും വഴിയുമുണ്ട്, അതിലേ പോകുന്ന രസമായിട്ട് തോന്നും, അനേക ഫ്രണ്ട്സ് അതിൽ കാണുമായിരിക്കും. പക്ഷേ ഒടുവിൽ അത് വളരെ അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കർത്താവ് അവർക്ക് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇടുക്കുവാതിലൂടെ കടക്കണമെന്നാണ് ഞാൻ അർജ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത്, സ്നേഹത്തോടെ നിർബന്ധിക്കുന്നത്. എന്നാൽ ആർക്കെങ്കിലും വിശാലമായ വഴിയിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തീരുമാനം നമ്മുടെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അത് ശരിയാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും അത് ശരിയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും അനുദിന ജീവിതത്തിൽ നാം എടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മെ ആത്മീയരോ അനാത്മീയരോ ആക്കി തീർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സകലത്തിലും ഉപരിയായി നാം ദൈവത്തെ തിരഞ്ഞെടുക്കുമെങ്കിൽ നാം ആത്മീയരായിത്തീരും. In every situation of life, if you choose God above every other thing, you will become a spiritual person. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അനുനിമിഷം ബാക്കി എല്ലാറ്റിലും ഉപരിയായി നാം ദൈവത്തെ തിരഞ്ഞെടുക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുമെങ്കിൽ നാം ആത്മീയരായിത്തീരും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചോയ്സസിൽ, തീരുമാനങ്ങളിൽ, തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം ഇഷ്ടം, ജഡത്തിൻ്റെ ഉല്ലാസം, എൻ്റെ മഹത്വം, അതൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതെന്നെ അനാത്മീയരാക്കി തീർക്കും. അപ്പോൾ സ്വർഗത്തിലും നരകത്തിലും പോകുന്ന കാര്യത്തിൽ ചോയ്സ് ഉണ്ട്. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം എന്തായിരിക്കണം, അത് തിരഞ്ഞെടുക്കുന്നതിലും ഇത്
വളരെ പ്രധാനമാണ്. ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. അതിൻ്റെ താഴെ ഉള്ള വാക്യങ്ങളിൽ 15-ാമത്തെ വാക്യം മുതൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് പറയുക. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവീൻ. സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാഗ്രതയോടെ അവരെ നോക്കിക്കൊള്ളണം. വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ അവരെ കൈകാര്യം ചെയ്തു കൊള്ളണമെന്നാണ് ആ പ്രവർത്തിക്കുന്നതിൻ്റെ, ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ കള്ളപ്രവാചകന്മാരെ കുറിച്ച് ആ ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2:1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. പണ്ട് കാലത്ത് കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഇടയിൽ അതിന് പകരം ആരുണ്ടായിരിക്കും? ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരിക്കും. അപ്പൊ കള്ളപ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഈ കാലത്തിൽ കള്ളപ്രവാചകന്മാരായിരിക്കില്ല. ഈ കാലത്തുള്ളത് ദുരുപദേഷ്ടാക്കന്മാരാണ്. അവർ ശരിയായ ആളുകളാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്നുള്ളതിൻ്റെ ടെസ്റ്റ് കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ 16-ാം വാക്യത്തിൽ? അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അപ്പോൾ കള്ളപ്രവാചകന്മാരാണോ ദുരുപദേഷ്ടാക്കന്മാരാണോ ശരിയായ ആളുകളാണോ എന്ന് അറിയാനായിട്ടുള്ള മാർഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ മാനർ ഓഫ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൻ്റെ രീതി. ദ മാറ്റർ ഓഫ് ദെയർ ടീച്ചിങ്, അവരുടെ പഠിപ്പിക്കലിൻ്റെ വിഷയം. ആൻഡ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദെയർ ടീച്ചിങ്, അവരുടെ പഠിപ്പിക്കലിൻ്റെ ഫലം. ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ കള്ളപ്രവാചകന്മാരാണെന്ന് അറിയാം. ദ മാനർ ഓഫ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൻ്റെ രീതി. 2, ദ മാറ്റർ ഓഫ് ദെയർ ടീച്ചിങ്, അവർ പഠിപ്പിക്കുന്ന സത്യങ്ങൾ, പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ ദ ഇഫക്റ്റ് ഓഫ് ദെയർ ടീച്ചിങ്, അവരുടെ പഠിപ്പിക്കലിൻ്റെ ഫലം. അവരുടെ പഠിപ്പിക്കലുകൾ കൊണ്ട് ആളുകൾ കൂടുതൽ വിശുദ്ധിയിലേക്കും ഭക്തിയിലേക്കും വരികയാണോ അതോ ആളുകളുടെ ജീവിതം കൂടുതൽ മോശമാവുകയാണോ ചെയ്യുന്നത്? ഈ ടെസ്റ്റുകൾ വെച്ചാണ് അവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അനുഗാമികളെക്കുറിച്ചോ പറയുന്ന ഒരു കാര്യം അതിൻ്റെ 21-ാം വാക്യത്തിലുണ്ട്. ഫലങ്ങളാൽ തിരിച്ചറിയാമെന്ന് 16-ലും 21-ലും പറയുന്നുണ്ട്. 21-ാം വാക്യത്തിൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് പ്രൊഫസ് ചെയ്താൽ പോരാ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ അയച്ചവനെ വിശ്വസിക്കുന്നതാണ് ശരിയായ ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലെ ആദ്യപടി സ്വർഗസ്ഥ പിതാവ് അയച്ച പുത്രനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ 22-ാം വാക്യത്തിൽ, നിന്റെ നാമത്തിൽ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീരെന്ന് തീർത്ത് പറയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, അവര് കർത്താവിൻ്റെ നാമത്തിൽ ഉപദേശിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, അത്ഭുതം ചെയ്തു എന്നൊക്കെ അവർ കർത്താവിനോട് പറയുക. എന്നാൽ കർത്താവ് അതൊന്നും ഡിനൈ ചെയ്യുന്നില്ല. ഇല്ലല്ല, നിങ്ങൾ കള്ളം പറയുക, നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും പ്രവചിച്ചില്ല എന്ന് കർത്താവ് പറയുന്നില്ല. ഒരു പക്ഷേ അവർ ചെയ്തു കാണും. കർത്താവിൻ്റെ നാമം ശക്തിയുള്ളതായതുകൊണ്ട് ഒരു പക്ഷേ ഈ കള്ളപ്രവാചകന്മാർ തന്നെയും കർത്താവിൻ്റെ നാമം ഉപയോഗിച്ചാലും അതുകൊണ്ട് രോഗസൗഖ്യമോ ചില അത്ഭുതങ്ങളോ നടന്നുവെന്ന് വരാം. അതിനെ കർത്താവില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞില്ല. കർത്താവിന് അവരോട് പറയാനുണ്ടായിരുന്ന ഏക കാര്യം, നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് പഠിപ്പിച്ചു, എന്ത് അത്ഭുതം ചെയ്തു, അതല്ല എൻ്റെ വിഷയം. നിങ്ങളെ ഞാൻ തിരസ്കരിക്കാനുള്ള കാരണം, ശ്രദ്ധിക്കണമേ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഈ ഹൂ വർക്ക് ഇനിക്വിറ്റി, അത് പ്രസന്റ് ടെൻസ് ആണ്, പ്രവർത്തിച്ചവരെ എന്നല്ല. അധർമ്മമാണ് നിങ്ങളുടെ ജീവിതശൈലി. പാപത്തോടുള്ള കാര്യത്തിൽ നിങ്ങളുടെ മനോഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ല. പാപകരമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ,
ഞാൻ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയരാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമെന്ന് പറയുന്നത് നമ്മുടെ വരങ്ങളുടെ ഉപയോഗമല്ല, ദൈവകൽപ്പനയോടുള്ള അനുസരണവും പാപത്തോടുള്ള നമ്മുടെ മനോഭാവവുമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ കഴിവോ നമ്മുടെ വേദപുസ്തകജ്ഞാനമോ നമ്മുടെ കൃപാവരങ്ങളുടെ ഉപയോഗവുമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ദൈവം തീരുമാനിക്കുന്നത് പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട്, ദൈവകൽപ്പനയോടുള്ള നമ്മുടെ അനുസരണം എങ്ങനെയുണ്ട്, അതാണ് കർത്താവിന് പ്രധാനം. അപ്പൊ അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കുറ്റം, നിങ്ങൾ വേദപുസ്തകം വായിച്ചില്ലെന്നല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെന്നല്ല, നിങ്ങൾ അത്ഭുതം പ്രവർത്തിച്ചില്ലെന്നല്ല, നിങ്ങളെ ഞാൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. യു ഹാവ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് സിൻ, യു കണ്ടിന്യൂ ഇൻ സിൻ, ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ ട്രൂലി നോട്ട് കൺവേർട്ടഡ്. നിങ്ങളുടെ ജീവിതശൈലി തെളിയിക്കുന്നത് നിങ്ങൾ ശരിയായി ദൈവഭാഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമുക്കും നമ്മെ തന്നെ പരിശോധിക്കാൻ ആവശ്യമുണ്ട്. ഞാൻ കൂട്ടായ്മയിലാണെന്ന് പറഞ്ഞുകൊണ്ടോ, ഞാൻ അപ്പം മുറിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ, ഞാൻ സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടോ ആയില്ല. എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥമായ വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവം, പാപത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു അനുഭവം, പാപത്തോടുള്ള മനോഭാവത്തിൽ നിന്റെ ജീവിത ശൈലിയിൽ ഒരു വ്യത്യാസം, നീ പരിപൂർണനായോ എന്നുള്ളതല്ല, അടിസ്ഥാനപരമായ ഇന്നലെ രാത്രി കേട്ടതുപോലെ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു രൂപാന്തരം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതാണ് യഥാർത്ഥ രക്ഷയുടെ തെളിവ്. കർത്താവ് എത്ര ഖണ്ഡിതമായിട്ടാണ് ആ കാര്യം പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കാൻ ആവശ്യമുള്ള വേറെ ഒരു കാര്യം, കർത്താവിൻ്റെ യൂണിവേഴ്സൽ സാർവലൗകികമായ സാർവത്രികമായ വിധികർത്താവാണ് അവൻ എന്നുള്ളത് ഈ ഭാഗത്ത് കർത്താവ് തെളിയിക്കുകയാണ്. ഒടുക്കത്തെ നാളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, 22-ാം വാക്യത്തിൽ ആ നാളെന്ന് പറയുന്നത് ഒടുക്കത്തെ നാളാണല്ലോ. പലരും എന്നോട് പറയും, ഞാൻ അവരോട് പറയും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, കർത്താവ് പറയാണ്, ഒടുക്കത്തെ നാളിൽ എല്ലാവരും എൻ്റെ മുമ്പിലാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനാണ് അന്തിമ വിധി പറയാൻ പോകുന്നത്. നോക്കുക, നസറേത്തിലെ തച്ചന്റെ മകനെന്ന് ജനം വിളിച്ച് ആക്ഷേപിച്ച, ഇവന് വിദ്യ എവിടുന്ന്, ഇവന് വല്ല അറിവുമുണ്ടോ എന്നൊക്കെ ആളുകൾ വിളിച്ച് ആക്ഷേപിച്ച ആ യേശു പറയുകയാണ്, അന്ത്യനാളിൽ എൻ്റെ മുമ്പിലാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നോടാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. അന്തിമവിധി ഞാനാണ് പറയാൻ പോകുന്നത്. എന്തോ ഒരു ക്ലെയിമാണ്, എന്തൊരു അവകാശവാദമാണ്. ഇതൊരു ബോംബ് പൊട്ടുന്ന പോലെ ആയിരിക്കും കേൾവിക്കാരുടെ മുമ്പിൽ വന്ന് വീണത്. ഞാനാണ് മനുഷ്യവർഗത്തിന്റെ ഇറ്റേണൽ ഡെസ്റ്റിനി തീരുമാനിക്കുന്നവൻ. ഐ ആം ദ ജഡ്ജ് ഓഫ് ദി യൂണിവേഴ്സ്, ഇറ്റേണൽ ജഡ്ജ്ഷിപ്പ്. എത്ര ഗംഭീരമായിട്ടാണ് കർത്താവ് അത് അവതരിപ്പിച്ചത്. അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. 24 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, 27 വരെയുള്ള വാക്യങ്ങളിൽ നാം ഒരു ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ചും ഭോഷനായ മനുഷ്യനെക്കുറിച്ചും വായിക്കുന്നു. അവിടെ 2 അടിസ്ഥാനങ്ങളെ തമ്മിലാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. 2 തരം ആളുകൾ, 2 അടിസ്ഥാനങ്ങൾ. എന്താ അവർ തമ്മിൽ വളരെ സാമ്യം. ഈ കെട്ടിടം, അവർ പണിത് കെട്ടിടം കണ്ടാൽ ഒരു പക്ഷേ ബാഹ്യമായിട്ടെല്ലാം ഒരുപോലെ തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ വ്യത്യാസം അടിസ്ഥാനത്തിന്മേലാണ്. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും, കേവലം രക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനപ്പെടുന്ന കാര്യമല്ല. അത് ശരി തന്നെ, അത് ആവശ്യമാണ്, അതിന് നാം സമ്മതിക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, ശരിയായി രക്ഷിക്കപ്പെട്ടവനും ദൈവജീവനുള്ളവനുമേ ഈ വചനം കേട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, അവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ 2 വീടുകളും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആ ബുദ്ധിമാനായ മനുഷ്യൻ ഏറെ ആഴത്തിൽ കുടിച്ച് അടിസ്ഥാനമിട്ടെന്നാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുക. അപ്പോൾ കർത്താവ് ഇത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. പ്രിയപ്പെട്ടവർ, ഈ പർവ്വത പ്രസംഗം മാത്രമല്ല,
ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം. എന്താ പ്രതികരണം? നല്ലതായിരുന്നെന്ന് പറയുകയാണോ? നോട്ട് എഴുതി വീട്ടിൽ പോവുകയാണോ? സന്തോഷത്തോടെ കൈക്കൊള്ളുകയാണോ? കർത്താവ് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ പറഞ്ഞതുപോലെ അല്ല. അതുകൊണ്ട് കാര്യമായില്ല, അത് ചെയ്യണം. നമുക്കറിയാം മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ 3 പ്രത്യേക ഘടകങ്ങളാണുള്ളത്: ഇൻ്റലക്ട്, ഇമോഷൻ ആൻഡ് വൊളീഷൻ. അതായത് ചിന്താശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി, പിന്നെ വികാരം, 3 ഇച്ഛ. ഇതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ 3 ഘടകങ്ങൾ. നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നമുക്കിത് മനസ്സിലാകുന്നു. ചിലപ്പോൾ വൈകാരികമായിട്ട് നാം പ്രതികരിക്കും, അയ്യോ ഇത് എത്രയോ സത്യമാണ്, എൻ്റെ കാര്യമാണല്ലോ ഈ പറയുന്നത്. നമ്മുടെ വികാരവും ഉണർത്തപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ട് കഥയൊന്നുമില്ല, അടുത്ത ലെവലിലേക്ക് പോകണം. എന്താ അടുത്ത ലെവല്? I must exercise my volition, my will and decide to do something about it. എൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അത് അനുസരിക്കാൻ ഞാൻ തീരുമാനിക്കണം. ഇവിടെ ആഴക്കുഴിച്ച് പാറമേൽ വീട് പണിയുക എന്നുള്ളത് ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. കർത്താവ് ഇത് ചിന്തിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നമുക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഇങ്ങനെ പറയാം. നാം ഭൂമിയിൽ കുഴിച്ചാൽ, ഭൂമിയിൽ മുകളിൽ വെറും മണ്ണാണ്, അല്ലെങ്കിൽ മണലാണ് ഏറ്റവും മുകളിൽ. ആദ്യത്തെ ലെവൽ മാറ്റിയാൽ, കുഴിച്ചാൽ, രണ്ടാമത് കുറച്ചുകൂടെ കട്ടിയുള്ള ചെളി പോലെയുള്ള ഒരു മണ്ണ് നമുക്ക് കിട്ടും. അതൂടെ കുഴിച്ച് താഴോട്ട് ചെല്ലുമ്പോഴാണ് സോളിഡായിട്ടുള്ള പാറ നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്റ്റ് ആണെന്ന് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ബുദ്ധി. അത് മാറ്റി, അതായത് ബുദ്ധിയിൽ ഇത് മനസ്സിലായി. രണ്ടാമത്തെ ലെവലിലോട്ട് ചെന്നു, അല്പം ചെളിയുള്ളതായ ആ ഭാഗം, അതിനെ നമ്മുടെ ഇമോഷനായിട്ട് ചിന്തിക്കാം, നമ്മുടെ വികാരം. നാം വചനം കേട്ടു, മനസ്സിലായി, നാം വൈകാരികമായി അയ്യോ ഇത് സത്യമാണല്ലോ, ഇങ്ങനെയാണല്ലോ ജീവിക്കേണ്ടത്, എൻ്റെ കാര്യമാണല്ലോ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. വികാരം. അവിടെ കൊണ്ട് നിർത്തിയാൽ, അവിടെ വീട് പണിതാൽ വീട് മറിഞ്ഞു പോകും കേട്ടോ. അടുത്ത 3ാമത്തെ ലെവലിലോട്ട് ചെല്ലണം. അതാണ് പാറ. ഏതാ 3ാമത്തെ ലെവല്? ഇൻ്റലക്റ്റ് കഴിഞ്ഞു, ഇമോഷൻ കഴിഞ്ഞു, എൻ്റെ വിൽ പവർ, ഇച്ഛാശക്തി. ഞാൻ എൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഈ കാര്യം ശരിയാക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയുക. ഞാനതിന് നടപടിയെടുക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മുടെ പഠനം ഇവിടെ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് ഇതാണ്. നല്ലതാണെന്ന് പറയുക മാത്രമല്ല, ഇൻ്റലക്റ്റിൽ മനസ്സിലാക്കുക മാത്രമല്ല, ഇമോഷണൽ വൈകാരികമായി ഉണരുക എന്നുള്ളത് മാത്രമല്ല, ഇച്ഛാശക്തി ഉപയോഗിച്ച് പാറമേൽ കുഴിക്കുക, പാറയിൽ ചെല്ലുക. എൻ്റെ ഇച്ഛാശക്തിയിൽ എൻ്റെ ജീവിതം കെട്ടിപ്പണിയാൻ ഞാൻ തീരുമാനിക്കുകയാണ്. മാത്രമല്ല, ഈ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ സ്വഭാവമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടവനും ദൈവവേദലും ആ രാജ്യത്തിൻ്റെ പ്രജയുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ഭരിക്കുകയും അവൻ്റെ സ്വഭാവം നമുക്ക് കാണിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും ഭരിക്കുവാനും അവനെ അനുവദിക്കാം, അവൻ്റെ സ്വഭാവം നമുക്ക് കാണിക്കാം. മാത്രമല്ല, സകലത്തിൻ്റെയും കർത്താവായ അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ നമുക്ക് അവരോധിക്കാം, അവന് നമുക്ക് കീഴ്പ്പെടാം, അവൻ പറയുന്നത് അനുസരിക്കാം. നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. നമ്മുടെ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളല്ല ഈ പർവ്വത പ്രസംഗത്തിൽ പറയാനുള്ളത്. ഇനി വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരാഴ്ച ഉള്ളായിരുന്നുള്ളൂ, അതുകൊണ്ട് പറയാൻ ഒക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും ധാരാളം കാര്യങ്ങൾ പഠിക്കാനും പറയാനുമുണ്ട്. കൂടുതൽ ഉത്സാഹം ഈ വിഷയത്തിൽ നമുക്കുണ്ടാകുവാനും വരുന്ന ദിവസങ്ങൾ നാം ഇത് പഠിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനേക്കാൾ ഉപരിയായി ഈ കേട്ട കാര്യങ്ങൾ അനുസരിച്ച് ദൈവവൈതലിന് യോജിച്ച നിലയിൽ ദിവ്യ സ്വഭാവം കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.